താങ്ക് ഗോഡ്, സ്തോത്രം. അറിയാലോ, രതീഷാണേ. പ്രൈസർ ഫാമിലിയിൽ നിന്ന് നിന്ന അപമാനം ചത്ത് കളയാൻ തോന്നും അല്ലേ? എങ്ങനെയെങ്കിലും ഈ നശിച്ച ജീവിതം മറ്റുള്ളവർക്ക് നിന്ദിക്കുവാനും പരിഹസിക്കുവാനും കുറ്റം പറയുവാനും പഴി പറയുവാനും കാരണമായി മാറിയിരിക്കുന്ന ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി. പുറത്തിറങ്ങാൻ തന്നെ പേടിയാ. 4 പേർ കൂടുന്നിടത്താണെങ്കിൽ പറയണ്ട. ആഘോഷങ്ങളുണ്ടായാൽ, നല്ലൊരു ചടങ്ങ് കുടുംബത്തിൽ നടന്നാൽ അയ്യോ പേടിച്ചാ പോകുന്നേ. ഇന്ന് അവരെന്ത് പറയും, അവൾ എന്ത് പറയും, അവൻ എന്ത് പറയും, ആ ആൾക്കാർ എന്തു പറയും? ഭയം. കാരണം മറ്റൊന്നുമല്ല, ചില കുറവുകൾ കളിയാക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും തീർന്നില്ല, നിന്ന ഉപദ്രവത്തിലേക്കും വഴിമാറും. അങ്ങനെ ഉള്ളവർക്ക് ഉള്ള പലതും നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് അല്ലേ? നല്ലൊരു ജോലി ഇല്ലാത്തത് കൊണ്ട് അതല്ലേ സഹോദര സഹോദരി? നിനക്കൊപ്പമുള്ള നിൻ്റെ കുടുംബത്തിലുള്ള നീ അറിയുന്ന ഒത്തിരി പേർക്ക് നല്ല ജോലിയുണ്ട്, നല്ല പൊസിഷനിൽ, നല്ല പോസ്റ്റുകളിൽ അവർ ആയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പല രാജ്യങ്ങളിൽ അവർ ജോലി ചെയ്യുന്നു. എന്നാൽ നിനക്ക് നല്ല ജോലിയില്ല. ക്വാളിഫൈഡ് ആണ്, അവരെക്കാൾ ഒരുപക്ഷെ നീ ക്വാളിഫൈഡ് ആണ്. ആ അസൂയ, നീ രക്ഷപ്പെട്ടു പോകുമെന്ന് പണ്ടവർ കരുതി. നീ അങ്ങനെ പറഞ്ഞിട്ടുള്ളതാ, നിന്നെ അറിയുന്നവർ പറഞ്ഞതാ, നിന്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞതാ. പക്ഷേ അവർ രക്ഷപ്പെട്ടു, അവർക്കൊപ്പം നിനക്ക് ഉയരുവാൻ കഴിഞ്ഞില്ല. ഇല്ല, അത് പരിഹാസത്തിനും നിന്ദയ്ക്കും പലപ്പോഴും ഉപദ്രവത്തിനും പോലും കാരണമായി തീർന്നിരിക്കുന്നു. റിസൾട്ട് ഉണ്ടാകുമെന്ന് കരുതി നിന്റെ തലമുറകൾക്ക് തന്നെ, അല്ലേ കുഞ്ഞെ, മാതാവേ, പിതാവേ? പക്ഷേ ആ റിസൾട്ട് അവരുടെ പഠനത്തിനൊത്തവണ്ണം ഇന്നലകളിലെ പോലെ ഉണ്ടായില്ല. അതുകൊണ്ട് പരിഹസിക്കുന്നു. ഇപ്പോൾ എന്തായി? നിന്റെ മോൻ പഠിച്ചു, റിസൾട്ട് ഉണ്ടായോ? നോക്ക്, ഞങ്ങളുടെ കുഞ്ഞിനെ നോക്ക്. ഇപ്പോൾ അവരുടെ പൊസിഷൻ എന്താ കണ്ടോ? അവർക്ക് റിസൾട്ട് ഉണ്ടായത് കണ്ടോ? നിന്നയാ. തലമുറ ഇല്ലാത്തത് കൊണ്ട് സഹോദരി പലപ്പോഴും കരയുകയാ. തിരികെ വന്ന് ഭർത്താവിനോട് പോലും പറയാതെ മുറിക്കകത്ത് കരഞ്ഞ് നശിച്ച ജീവിതമെന്ന് വർഷങ്ങളായിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ് പ്രതീക്ഷയോടെ ആദ്യ നാളുകളിൽ കാത്തിരുന്നു, ഞങ്ങൾക്ക് ഒരു ഉദരഫലം ജനിക്കും, അവളെ ഇങ്ങനെയൊക്കെ വളർത്തും, ആ സന്തോഷം ഞങ്ങൾ അനുഭവിക്കും. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. കണ്ണുനീരും നിരാശയും മാത്രം ഫലം. പലരും മനഃപൂർവമായി കുഞ്ഞുങ്ങളെ കൺമുമ്പിൽ കാണിച്ച്, സഹോദരി നീ കരയുകയാ, സഹോദര കൺമുമ്പിൽ കാണിച്ച് നിന്റെ ഇല്ലായ്മയെ ബോധ്യപ്പെടുത്തി നിന്നെ വേദനിപ്പിക്കുക. ചില ഇല്ലായ്മകൾ ആ ബിസിനസ് തുടങ്ങി നല്ല നിലയിൽ മുൻപോട്ട് പോകുമെന്ന് കരുതി, പക്ഷേ അത് നല്ല നിലയിൽ മുൻപോട്ട് പോയില്ല. പരിഹാസം. ഇപ്പോൾ എന്തായി? എന്തോ ആകുവാനല്ലേ നീ പോയത്? ഞങ്ങളന്നേ പറഞ്ഞതാണല്ലോ, നിനക്കിതൊന്നും പറ്റുന്ന കാര്യമല്ല. നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ടോ? പറഞ്ഞു പരിഹസിക്കുക. നിന്റെ പരാജയത്തെ ആഘോഷിക്കുക. പരിഹാസികളും നിന്ദിക്കുന്നവരും മാറി നിന്നല്ല, കൺമുമ്പിൽ നിന്ന് തന്നെ നിന്റെ ആരോഗ്യമില്ല, ഒപ്പം ജോലി ചെയ്യുന്നവർ തന്നെ പരിഹസിക്കുക. എന്തിനാ? കെട്ടിയെഴുന്നള്ളി ഇഞ്ഞി കയറി വന്ന ഞങ്ങൾക്ക് കൂടെ ഭാരമായി മാറുവാൻ. ശാരീരം അനുഭവിക്കുന്ന ക്ഷീണം, സഹോദരി നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് നിന്റെ ആരോഗ്യമില്ലായ്മ, പലപ്പോഴും പല സ്ഥലങ്ങളിൽ നീ ജോലിക്ക് പോകുന്നുണ്ട്, എന്നാൽ അവിടെ ജോലിക്ക് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആരോഗ്യമില്ല, പെട്ടെന്ന് തിരികെ വരേണ്ടി വരുന്ന അവസ്ഥ. അതെ, നിന്റെ ആരോഗ്യമില്ലായ്മ പരിഹാസത്തിന് കാരണമായി മാറിയിരിക്കുന്നു. നിന്ന് അനുഭവിച്ച് നീ ആയിരിക്കുന്നു. പലതും ഇല്ലാത്തത് മക്കൾ പോലും പരിഹസിക്കുന്നു. സഹോദരി, ഇങ്ങനെ എന്തിനാ? ഞങ്ങൾക്കൊരമ്മ, അവർ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് വേണ്ട സമയത്ത് വച്ചു വിളമ്പി കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട്, ഭർത്താവിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് സഹോദരി പരിഹസിക്കപ്പെടുകയാ. മക്കൾ മാറി നിന്ന് പരിഹസിക്കുന്നു, നിന്ദിക്കുന്നു, അപമാനിക്കുന്നു. ഭർത്താവ്, അയ്യോ എൻ്റെ ഭർത്താവിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കേണ്ടി വന്നല്ലോ, കണ്ണുനീർ മാത്രം. അതെ, ചില ഇല്ലായ്മകൾ മറ്റുള്ളവർക്ക് നിന്ദിക്കുവാനും പരിഹസിക്കുവാനും, എന്തിന് ഉപദ്രവിക്കുവാനും കൂടെ കാരണമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ നിന്ന പരിഹാസം മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുമാറാക്കുന്ന അവസ്ഥ, ഇത് ലോകമനുഷ്യൻ്റെ ജീവിതത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, വിശ്വാസിയുടെ ജീവിതത്തിലും
ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, വിശ്വാസിയുടെ ജീവിതത്തിൽ ലോക മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനേക്കാൾ അധികം പരിഹാസവും നിന്ദയും അനുഭവിക്കേണ്ടി വരും. ലോക മനുഷ്യൻ അവൻ്റെ ഇല്ലായ്മയെ തുടർന്നുള്ള പരിഹാസവും നിന്ദയും മാത്രം അനുഭവിക്കേണ്ടി വരുമ്പോൾ, വിശ്വാസി അതിലപ്പുറമായി നിന്റെ ദൈവം എവിടെ, നിനക്കത് എന്തുകൊണ്ടാണ് ദൈവം തരാത്തത്, നീ രോഗിയായി തീർന്നപ്പോൾ ദൈവം എവിടെ പോയിരുന്നു, നിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ ദൈവം എവിടെ പോയിരുന്നു, ദൈവം എന്തുകൊണ്ടാണ് ആകാശത്തിൽ നിന്ന് നൂലിൽ കെട്ടി അത് നിനക്ക് ഇറക്കി തരാത്തത്. പരിഹാസം. പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ, ഉപവസിക്കുന്നവളാണെങ്കിൽ, ദൈവത്തോട് കൂടുതലായി ചേർന്ന് നിൽക്കുന്നവനാണെങ്കിൽ പരിഹാസത്തിൻ്റെ രീതി മാറും. ഉപദ്രവിക്കപ്പെടുകയാ മാതാവേ, പിതാവേ, ഭവനത്തിനകത്ത് സഹോദര ഉപദ്രവിക്കപ്പെടുക. അപ്പോൾ എന്തുകൊണ്ട് ദൈവം ഈ പരിഹാസവും നിന്ദയും ഭക്തൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നു? അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. ഒന്നാമതായി, പരിഹാസത്തിനും നിന്ദയ്ക്കുമുള്ള കാരണം നാം അല്പമായി ചിന്തിച്ചാണ് ഇങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. ചില ഇല്ലായ്മകളാണ് പരിഹാസത്തിനും നിന്ദയ്ക്കും കാരണമായി മാറുന്നത്. തുടർന്ന് ഈ പരിഹാസത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ മനുഷ്യർ എന്തു ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവം ഈ പരിഹാസത്തിന് മധ്യത്തിൽ, നിന്ദയ്ക്കും അപമാനത്തിനും മധ്യത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതേ തുടർന്ന് എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്? അപ്പോൾ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതങ്ങളിൽ നിന്ന് നിന്ദയും പരിഹാസവും, അതെ, ചില ഇല്ലായ്മകൾ മുഖാന്തരവുമുള്ള ഉപദ്രവവും മാറുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ഒരാമേൻ പറഞ്ഞ്, ഓ താങ്ക് ഗോഡ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നിന്ദിക്കപ്പെടുന്ന ഒരു അവസ്ഥയുടെ സംക്ഷിപ്ത രൂപം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ വേദ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായി കഴിയും. അത് ഇപ്രകാരമാണ്, നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം. അവർ അവനോട് പറഞ്ഞത്, ഹിസ്കിയാവ് ഈ പ്രകാരം പറയുന്നു, ഇത് കഷ്ടവും ശാസനയും നിന്ദയും ഉള്ള ദിവസമത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. അതിനു മുമ്പായി പറയുന്നു, ഇത് കഷ്ടവും ഇത് ശാസനയും നിന്ദയും ഉള്ള ദിവസമത്രേ. ദൂത് ഇതാണ്, നീ അനുഭവിക്കുന്ന നിന്ദ, നീ അറിയാത്ത ചിലത് നിന്നിൽ നിന്ന് ജനിക്കുവാൻ പോകുന്നു എന്ന് ശത്രു അറിയുന്നത് കൊണ്ടത്രേ. ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ നിന്ദ ഏറുകയാണ്, പരിഹാസമേറുകയാണ്. പ്രതിയോഗി വല്ലാതെ ആക്രമിച്ച് ഉപദ്രവിക്കുകയാണ്. ആരെപ്പോലെ? ഹന്നായെപ്പോലെ. ഹന്നായുടെ പ്രതിയോഗിയായ പെനീന, 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അവളെ വല്ലാതെ വ്യസനിപ്പിച്ചു, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവളെ വേദനിപ്പിച്ചു. കാരണം ഹന്നായ്ക്ക് തലമുറയില്ല. ഹന്നായ്ക്ക് തലമുറയില്ലാത്തത് കൊണ്ട് പെനീന, തലമുറയുള്ള പെനീന അവളെ വ്യസനിപ്പിച്ചു, അവളെ നിന്ദിച്ചു. ചില ഇല്ലായ്മകൾ നിങ്ങളുടെ ശത്രുവിനെ നിന്ദിക്കുവാനും നിങ്ങളെ അപമാനിക്കുവാനുമുള്ള കാരണമായി മാറിയിരിക്കുന്നത് പോലെ തന്നെ. എന്നാൽ പെട്ടെന്ന് ആ നിന്ദയുടെ തോത് ഉയരുന്നു, പരിഹാസത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു, സഹിക്കുവാൻ കഴിയുന്നില്ല, മരിച്ചാൽ മതി എന്ന് ചിന്തിക്കും വിധത്തിൽ അലറി കരയുന്ന ഹന്നായെ നിങ്ങൾക്ക് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ എന്തുകൊണ്ട് അவ்விധത്തിൽ പരിഹാസവും നിന്ദയും ഉയരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവിടെ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ശമൂവേൽ ഉരുവാകുവാൻ പോകുന്നു. അതേ, ചിലത് ജനിക്കുവാൻ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന, നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റുന്ന, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്ന, നിങ്ങളുടെ ഇല്ലായ്മകൾക്ക് പരിഹാരം വരുത്തുന്ന ചിലത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മുൻപേ അത് തിരിച്ചറിയുന്ന ശത്രു നിങ്ങളെ വ്യസനിപ്പിക്കും, നിങ്ങളെ നിന്ദിക്കും, നിങ്ങളെ അപമാനിക്കും, നിങ്ങളെ ഉപദ്രവിക്കും. നിങ്ങൾ ഒടുങ്ങിപ്പോകുവാൻ വേണ്ടി, അതേ, ആ വാഗ്ദത്തം നിങ്ങൾ പ്രാപിച്ചെടുക്കാതിരിക്കുവാൻ, അതേ, നിങ്ങളിൽ നിന്ന് പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന, നിങ്ങളിലൂടെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ആ വിടുതൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നത് നിങ്ങളിൽ ഉണ്ടാകാതിരിക്കുവാൻ, നിങ്ങൾ ഒടുങ്ങിപ്പോകുവാൻ ശത്രു ഉപദ്രവത്തിൻ്റെ റേഞ്ച് വർദ്ധിപ്പിക്കും. അതേ, അവൻ ഉപദ്രവിക്കും, അവൻ നിന്ദിക്കും. അതേ സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന ആ തൊഴിൽ മേഖലയിൽ ശത്രു ഭയപ്പെടുന്നത് നിന്നിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. നിന്റെ ഇന്നത്തെ അവസ്ഥ മാറ്റുന്ന, ഇല്ലായ്മയുടെ അവസ്ഥ മാറ്റുന്ന, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ മാറ്റുന്ന, വല്ലാതെ ഭാരപ്പെടുക. ഒത്തിരി നാളുകളായി നല്ല നിലയിൽ ജോലിയിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയുന്നില്ല,
ശമ്പള കുടിശ്ശിക ഏറുന്നു, ഏത് സമയം വേണമെങ്കിലും ജോലി നഷ്ടപ്പെടാം, വല്ലാത്തൊരവസ്ഥയിലായിരിക്കുക. മറ്റുള്ളവർക്ക് പരിഹസിക്കുവാനും നിന്ദിക്കുവാനുമുള്ള അതേ കാരണം. മക്കളുടെ പഠിത്തത്തിന് പ്രശ്നമായി തുടങ്ങി, നിന്റെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം പലതും ചെയ്യുവാൻ കഴിയുന്നില്ല, പണി തുടങ്ങിയ ഭവനത്തിൻ്റെ പണി പകുതി വഴിയിൽ നിൽക്കുന്നു. അതേ ആ ഇല്ലായ്മ മറ്റുള്ളവർക്ക് പരിഹസിക്കുവാൻ കാരണമായി. ആ പരിഹാസത്തിൽ നിന്ന് നീ പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന സഹോദര സഹോദരി, അതേ നീ പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം നിന്നിൽ നിന്ന് ചിലത് പുറത്തു കൊണ്ടുവരുവാൻ, നിന്റെ ഈ അവസ്ഥ മാറുന്ന, നിന്റെ നിന്ന മാറുന്ന, നിരാശ മാറുന്ന ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. അത് തിരിച്ചറിയുന്ന ശത്രു നിനക്ക് മുമ്പേ അത് തിരിച്ചറിയുന്ന ശത്രു നീ അത് പ്രാപിക്കാതിരിക്കുവാൻ നിന്നെ തകർത്ത് കളയുവാൻ നോക്കുന്നു. അതേ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കുന്ന ശത്രുവിന് മുമ്പിൽ എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. നിന്റെ തൊഴിൽ മേഖലയിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ആ ഇല്ലായ്മയ്ക്ക് അറുതി ഉണ്ടാകുവാൻ പോകുക. ആ ദാരിദ്ര്യത്തിന് അറുതി ഉണ്ടാകുവാൻ പോകുക. നീ നിന്ദിക്കപ്പെട്ട് തലകുനിക്കപ്പെട്ട ആ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുക. കർത്താവ് നിനക്ക് ജോലി നൽകുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അവിടെ നീ ജോലി ചെയ്ത് നിന്റെ വീട്ടിന് വേണ്ടത് നീ അയച്ചു കൊടുക്കുക. നിന്റെ മക്കൾക്ക് വേണ്ടത്, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടത്, നിന്റെ കുടുംബത്തിന് വേണ്ടത്, ഒപ്പമുള്ളവർക്ക് വേണ്ടത് നീ അയച്ചു കൊടുക്കുക. ഓ താങ്ക് ഗോഡ്. വാങ്ങുന്നവരിൽ നിന്ന് കൈനീട്ടി, ഒപ്പമുള്ളവരിൽ നിന്ന് വാങ്ങുന്നവരിൽ നിന്ന് അതേ വല്ലാത്ത ഭാരമാ. പലരിൽ നിന്ന് കടം വാങ്ങി നിന്റെ അവസ്ഥ അറിയിക്കാതെ ഭാര്യ നിനക്കായി അയച്ചു തരിക. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് പിടിച്ചു നിൽക്കുവാൻ ആ അവസ്ഥ മാറുക. അവൾ കടം വാങ്ങുവാനുള്ളവളല്ല. ഓ സ്തോത്രം. നിന്റെ വേദനയാ, നിന്റെ ഭാരമാ സഹോദര, നിന്റെ ഭാരം. ആ ഭാരത്തിന് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. ആമേൻ. സ്തോത്രം. ആ തൊഴിലിടത്തിൽ നിന്ന് അത് പുറത്തു വരിക. സ്തോത്രം. അത് ജനിക്കാറായിരിക്കുന്നു. ഹിസ്കിയാവ് പറയുകയാണ്, കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു. ഇവിടെ പുതിയത് ചിലത് സംഭവിക്കുവാൻ പോകുന്നു. അതേ നിന്റെ കുടുംബജീവിതം അനുഗ്രഹമായി തീരുവാൻ പോകുന്നത് തന്നെ പിശാച് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ ചില ഇല്ലായ്മകളെ, പോരായ്മകളെ പുറത്തെടുത്ത് തമ്മിലടുപ്പിച്ചു. അല്ലേ സഹോദരി? ചില കുറവുകളുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ ഇട്ടിട്ടോടുവാൻ മാത്രമുള്ള പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും പരസ്പരം കുറ്റം പറഞ്ഞ് അപമാനിച്ച് നിന്ദിച്ച് നീ കാരണമാണ്, നിങ്ങൾ കാരണമാണ്, നിങ്ങളുടെ വീട്ടുകാർ കാരണമാണ്, നീ കാരണമാണ്. അതെ പറഞ്ഞു പരസ്പരം പരിഹസിച്ച് പഴിചാരി അകന്നു പോയിരിക്കുന്ന നിന്റെ ഭാര്യയെക്കുറിച്ചാണ്. അവൾ മടങ്ങി വരിക. സന്തോഷമുള്ള കുടുംബജീവിതം നിങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. അത് തിരിച്ചറിയുന്ന ശത്രു ഈ ദിവസങ്ങൾ വല്ലാതെ നിന്ദിക്കുക, നിന്നെ വല്ലാതെ അപമാനിക്കുക, നിന്റെ ഭാര്യയെക്കുറിച്ച് പലതും പറഞ്ഞ് നിന്നെ ഒരു കൊള്ളരുതാത്തവനാക്കി തീർക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ. സഹോദരി, നിന്റെ ഭർത്താവിനെ കുറിച്ച്, നിന്നിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഭർത്താവിനെ കുറിച്ച് പലതും പറഞ്ഞ് നിന്നെ ഒരു കൊള്ളരുതാത്തവളാക്കി. യെസ് അമ്മേ, നിന്നെ ഒരു കൊള്ളരുതാത്തവളാക്കി തീർക്കുക. അതെ നിങ്ങളിൽ നിന്ന് ചിലത് പുറത്തു വരുവാൻ പോകുക. ഓ സ്തോത്രം. ഈ അവസ്ഥ മാറുന്ന, ഈ മാറുന്ന ചിലത് മാതാവേ പിതാവേ നിങ്ങളുടെ മക്കളിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. അവരുടെ പരാജയം പറഞ്ഞു ചിരിക്കുവാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാൻ കാരണമായിരിക്കുന്ന ആ പരാജയം അക്കാഡമിക് തലത്തിൽ മാത്രമല്ല, അവരുടെ വിദ്യാഭ്യാസ മേഖലയിലെ പരാജയം മാത്രമല്ല, അവരുടെ മൊറാലിറ്റി തകർന്നിരിക്കുന്നു. അവർക്ക് നല്ല ശീലമില്ല, മദ്യപാനത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, മോശം കൂട്ടുകെട്ടുകളിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, സംസാരിക്കുവാൻ പാടില്ലാത്തതും ചെയ്യുവാൻ പാടില്ലാത്തതും വീട്ടിനകത്ത് ചെയ്യുന്ന മകളെക്കുറിച്ചോർത്ത് കരയുന്ന മാതാവേ പിതാവേ, ഒരപ്പൻ എന്ന നിലയിൽ നിനക്ക് നിൻ്റെ മകളോട് ചിലത് സംസാരിക്കുവാൻ കഴിയുന്നില്ല. നീ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഓ സ്തോത്രം. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്നോടാ. സ്തോത്രം. നിന്റെ തലമുറയെ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. ആ ബാധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിന്നയ്ക്കും അപമാനത്തിനും മറ്റുള്ളവരുടെ മുമ്പിൽ, അവളുടെ മുമ്പിൽ പോലും തലകുനിയുവാൻ തക്ക വിധത്തിൽ നിന്റെ ജീവിതത്തെ മാറ്റിയ ആ അവസ്ഥയ്ക്ക് പരിഹാരം വരുത്തുന്നത് എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. യെസ് സ്തോത്രം. ചില പരാജയത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നത്, ആ രാജ്യത്തിൻ്റെ വാതിലുകളെ തുറന്ന് നിന്ദിച്ചവരുടെ മധ്യത്തിൽ എൻ്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. ഓ സ്തോത്രം. ആ കുവൈറ്റിൽ ഒരു ജോലി കിട്ടി പോയതുകൊണ്ടല്ലേ നിൻ്റെ കുടുംബത്തിനകത്തു നിന്ന് തന്നെ നിൻ്റെ തലമുറകളെ ഒപ്പമുള്ളവർ പരിഹസിക്കുന്നേ. ദൂത് പറയട്ടെ, അവർ കുവൈറ്റിൽ പോയി, അതുകൊണ്ട് നിൻ്റെ തലമുറകൾ ഒരിടത്ത് എത്തിയില്ലെന്ന് പറഞ്ഞ് പരിഹസിക്കുക. രാജ്യങ്ങളുടെ വാതിലുകൾ, അവരുടെ സ്വപ്നത്തിലെത്താത്ത രാജ്യങ്ങളുടെ വാതിലുകൾ നിന്റെ തലമുറയ്ക്ക് മുമ്പിൽ തുറക്കപ്പെടുക. യൂറോപ്പിൻ്റെ വാതിൽ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടുക. യെസ്, നിന്റെ തലമുറകൾക്ക് മുമ്പിൽ തുറക്കപ്പെടുക. ഓ താങ്ക് ഗോഡ്. അവർ അതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മാറുന്ന ഏറ്റവും വലുത് നൽകി കർത്താവ് മാനിക്കുവാൻ പോവുക. മേൻ. മാറുന്ന രോഗസൗഖ്യം. അയ്യോ
രോഗമുഖാന്തരം അനുഭവിക്കുന്ന നിന്ന, പരിഹാസം, കളിയാക്കൽ, അയ്യോ പറയണ്ട. ഭാര്യ പോലും കളിയാക്കുന്നു, മക്കൾ കളിയാക്കുന്നു, ഭർത്താവ് പരിഹസിക്കുന്നു. സൗഖ്യം വെളിപ്പെട്ട് വരിക, നിന്ന മാറുന്നത് പുറത്തു വരുവാനുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ നിന്ന ഏറുക. സ്തോത്രം. നീ സൗഖ്യമാകുമെന്ന്, നീ വിടുവിക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ് പിശാച് നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ ആത്മവിശ്വാസത്തെ തകർത്ത് കളയുവാൻ, രോഗിയായി ഭാരപ്പെടുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളുടെ രോഗവിവരത്തെ പറഞ്ഞ് പിശാച് പരിഹസിക്കുക, നിന്ദിക്കുക, മാനസികമായി ഉപദ്രവിക്കുക, വലിയ സമ്മർദ്ദത്തിലാക്കുക. പിശാച് തിരിച്ചറിയുന്നുണ്ട്, നിന്റെ തലമുറ പുറത്തു വരും. ആ കിടക്കയിൽ നിന്ന് അവൻ എഴുന്നേൽക്കും, ആ കിടക്കയിൽ നിന്ന് അവൾ എഴുന്നേൽക്കും. അവളുടെ വിവാഹം, അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയമാ. ദേവദാസനെ, ഈ രോഗത്തോടെ എങ്ങനെ അവൾ സുഖമാകും, വിവാഹം കഴിക്കും, സന്തോഷമായി ജീവിക്കും? യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. നിന്ന മാറുവാനുള്ളത് നിന്റെ ആ ബിസിനസ്സിൽ നിന്ന് പുറത്തു വരുവാൻ പോവുകയോ, സ്തോത്രം. ആ സ്ഥാപനത്തിൽ നിന്ന് ആമേൻ നിന്ന മാറുവാനുള്ള അത് തിരിച്ചറിഞ്ഞിട്ട് നിന്റെ ജീവിതത്തെ മാറ്റുന്നത് അവിടെ നിന്ന് പുറത്തു വരുമെന്ന് തിരിച്ചറിഞ്ഞ് പിശാച് നിന്ന ഏറ്റുക. ശത്രുക്കൾ, ഒപ്പമുള്ളവർ, എന്തിന് കൂടെ ഉള്ളവർ തന്നെ നിന്ന ഏറ്റുക. ശുശ്രൂഷക, നീ ചില ദേശങ്ങളെ പിടിച്ചടക്കുമെന്ന് കണ്ടിട്ട്, നീ ദേശങ്ങളെ നേടിയെടുക്കുമെന്ന് കണ്ടിട്ട്, പിശാചിന്റെ സിംഹാസനങ്ങളെ തകർക്കുമെന്ന് കണ്ടിട്ട് നിന്നയുടെ തോത് ഉയർത്തുക. ഇന്നത്തെ ശൂന്യത നീ കാണണ്ട. ഈ ശൂന്യതയ്ക്കപ്പുറം നീ നിന്ദിക്കപ്പെടുവാനും അപമാനിക്കപ്പെടുവാനും കാരണമായി തീർന്ന ആ ശൂന്യതയെ കർത്താവ് മാറ്റുവാൻ പോകുക. അവിടെ പുതിയത് ചിലത് സംഭവിക്കുവാനുള്ളത് കൊണ്ട് താങ്ക് ഗോഡ്, ആമേൻ. അപ്പോൾ ചിലത് ജനിക്കുവാനുള്ളത് കൊണ്ട് നിന്ന് അനുഭവിക്കേണ്ടി വരുന്നു. നിന്ന് അനുഭവിച്ച് ഭയത്തോടെ, ഭാരത്തോടെ, നിരാശയോടെ ആയിരിക്കുന്ന പ്രിയരെ കേൾക്കണമേ. ചിലത് നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ അവസ്ഥയെ മാറ്റുന്ന, സാഹചര്യങ്ങളെ മാറ്റുന്ന പുതിയത് ഉത്ഭവിക്കുവാനുള്ളത് കൊണ്ട് നിങ്ങൾ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ആ നിന്നയിൽ നമ്മുടെ മനോഭാവം എന്താണ്? എങ്ങനെയാണ് ആ നിന്നെ അതിജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നത്? നോക്കി, ഹിസ്കിയാവിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഹിസ്കിയാവ് എന്തുകൊണ്ടാണ് കഷ്ടവും ശാസനവും നിന്നയും അനുഭവിക്കേണ്ടതായ അവസ്ഥയിൽ എത്തിച്ചേർന്നത്? ഹിസ്കിയാവിൻ്റെ യഹൂദ രാജ്യത്തെ അശൂർ രാജാവ് ഉപരോധിക്കുന്നു. സൽമനേസർ എന്ന അശൂർ രാജാവ് ഉപരോധിക്കുന്നു. തൊട്ടു മുമ്പ് ഇസ്രായേൽ രാജാവിനെ പൊക്കി. അവർ ശക്തന്മാരാണ്, രാജ്യങ്ങളെ കീഴടക്കുവാൻ ശക്തന്മാർ. അവർ യഹൂദയെ ഉപരോധിച്ചു, ഹിസ്കിയാവിൻ്റെ രാജ്യത്തെ ഉപരോധിച്ചു. ജനങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥ. അതിൽ നിന്ന് പുറത്ത് വരുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് തന്നെ ഹിസ്കിയാവും ചെയ്യുന്നു. എന്താ? കോംപ്രമൈസ്. തനിക്കുള്ളതൊക്കെ സൽമനേസർ രാജാവിൻ്റെ കാൽ കീഴിൽ വയ്ക്കുകയാണ്. നോക്കൂ, ആ രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാഖീഷിൽ അശൂർ രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു. ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ടു പോകണം. നീ എനിക്ക് കൽപ്പിച്ചിരിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറയിച്ചു. അശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിലെ വാതിലുകളിലും കട്ടളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തയച്ചു. നോക്കിയേ, നിന്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആദ്യം ഞാൻ കുറ്റക്കാരനാണെന്ന് പറയുക. ഞാനാ കുഴപ്പക്കാരൻ. ആരാ ഇവിടെ കുഴപ്പക്കാരൻ? രാജാവ് വന്നിട്ട്, അശൂർ രാജാവ് വന്നിട്ട് ശമരി ഉപരോധിക്കുക, ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കുക, പക്ഷെ അങ്ങോട്ട് കാല് പിടിക്കുക. ഞാനാ തെറ്റ് ചെയ്തത്. അതല്ലേ സഹോദര, ആ ജോലി സ്ഥലത്ത് നിന്നെ ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും പഴി പറയുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ കാല് പിടിക്കുക, അവരുടെ കാല് പിടിക്കുക. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് വന്നാൽ മതി. ഇനി നിന്ന് സഹിക്കാൻ മതി, എന്നെ അപമാനിക്കരുത്, അതിനുവേണ്ടി എന്തും ചെയ്യാം. നോക്കി, എല്ലാം കൊടുക്കുക. അവിടെ ദേവാലയത്തിൻ്റെ വാതിലിൽ താൻ പൊതിഞ്ഞിരുന്ന പൊന്നുകൂടെ ഇളക്കി കൊടുത്തു. ഞാൻ അതിനെ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ആത്മീയ ജീവിതത്തെ കൂടെ പറിച്ചു കൊടുത്തു. ഇപ്പോൾ റൂമിനകത്ത് പ്രാർത്ഥനയുണ്ടോ? ഇല്ല. പ്രാർത്ഥിച്ച് അവർ പരിഹസിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയെ കൂടെ വിട്ടുകളഞ്ഞു. അല്ലേ സഹോദരി? പ്രാർത്ഥിക്കുന്നതാ മക്കൾക്കൊന്നും ഇഷ്ടമില്ലാത്ത മാതാവേ, നിന്റെ ഭർത്താവിന് സഹോദരി ഇഷ്ടമില്ലാത്തതും പ്രാർത്ഥനയാണ് അല്ലേ? അതുകൊണ്ട് പ്രാർത്ഥനയും വിട്ടുകളഞ്ഞു. എന്നിട്ട് കരഞ്ഞ് കാല് പിടിക്കുക, ഇനി നിന്ദിക്കരുതേ, ഇനി ഉപദ്രവിക്കരുതേ,
ഇത് അശൂർ രാജാവ് ചെയ്തത് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ശത്രു നിർത്തുന്നോ? അയ്യോ, ശത്രു നിർത്തുന്നില്ല. പിന്നെയും അവൻ കവരുവാൻ ശ്രമിക്കുന്നു. തുടർന്ന് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും അശൂർ രാജാവ് പിന്നെയും പറയുക, യാചിക്കുക, ഇങ്ങനെ നിന്ദിക്കരുത്, ഇങ്ങനെ അപമാനിക്കരുത്, ഞങ്ങളുടെ ജനങ്ങൾ കേൾക്കെ. നോക്കൂ, 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 18-ാം അധ്യായമാണ്. അപ്പോൾ ഹിൽക്കിയാവിൻ്റെ മകനായ എല്യാക്കീമും ശെബ്നയും യോവാഹും റാബ്ഷേക്കയോട്, അടിയങ്ങളോട് ആരാം ഭാഷയിൽ സംസാരിക്കണമേ, അത് ഞങ്ങൾക്കറിയാം. മതിലിന്മേലുള്ള ജനം കേൾക്കെ, ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുതേ. അപമാനിക്കുക, നിന്ദിക്കുക. ഈ നിന്ന യഹൂദ ഭാഷയിൽ സംസാരിച്ച് ഞങ്ങളുടെ ജനങ്ങളും കൂടെ കേട്ട് നാണം കെടരുതേ എന്ന് ഹിസ്കിയാവിൻ്റെ ഒപ്പമുള്ളവർ പോയിട്ട് ബെഗ് ചെയ്യുകയാണ്. ഞങ്ങളെ നിന്ദിക്കരുതേ, മക്കൾ കേൾക്കെ അപമാനിക്കരുതേ. സഹോദരി സഹോദര, കടം വാങ്ങിയതാ, പക്ഷേ ഇന്ന് അപമാനമാണ്. മക്കൾ കേൾക്കെ അപമാനിക്കുക, പറയുവാൻ പാടില്ലാത്തത് പറയുക, നിന്ദിക്കുക. ഭാര്യയുടെ മുമ്പിൽ വെച്ച്, ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച്, മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് അയ്യോ ബെഗ് ചെയ്യുക, അപമാനിക്കരുത്, നിന്ദിക്കരുതേ. പക്ഷേ നിന്ന ഏറുക, പരിഹാസം ഏറുക, പറയാൻ പാടില്ലാത്തത് പറയുക. നോക്കൂ, യിംഷാക്കെ അവരോട്, നിന്റെ യജമാനനോടും നിന്നോടും ഈ വാക്ക് പറവാനോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്. നിങ്ങളോടുകൂടെ സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിലിന്മേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കൽ അല്ലയോ എന്ന് പറഞ്ഞു. അയ്യോ, സ്വന്തം മലം തിന്നുന്ന അപമാനത്തിൻ്റെ ഏറ്റവും മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന അവസ്ഥ അല്ലേ? നമ്മുടെ ഇഷ്ടം കോംപ്രമൈസ് ചെയ്യിപ്പിക്കണം. പിശാച് അതിനൊത്തവണ്ണം നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ, നമ്മൾ കാല് പിടിക്കുമ്പോൾ, നമ്മൾ കരയുമ്പോൾ. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നീ കോംപ്രമൈസ് ചെയ്യണമെന്നല്ല. താങ്ക് ഗോഡ്. ദൈവത്തിൻ്റെ ഇഷ്ടം നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കണമെന്ന്. നിന്നേറുമ്പോൾ, പരിഹാസമേറുമ്പോൾ, പ്രതിസന്ധികളും വെല്ലുവിളികളും ഉയരുമ്പോൾ നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കണമെന്ന് വചനം പറയുന്നു. കാല് പിടിച്ചു, തനിക്കുള്ളതെല്ലാം കൊടുത്തു. അവസാനം ഹിസ്കിയാവ് ആ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുന്നു. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണം, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണം. എനിക്കൊരു ദൈവമുണ്ട്, സ്തോത്രം. എൻ്റെ പിതാക്കന്മാരുടെ ദൈവം ഈ ശത്രുവിൻ്റെ പക്കൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ മതിയായവൻ. അങ്ങനെ ഹിസ്കിയാവ് ആലയത്തിൽ ചെന്ന് രട്ടുടുത്ത് കരഞ്ഞ് നിലവിളിച്ച് ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. 19-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഹിസ്കിയാവിൻ്റെ നിലവിളിയുടെ ശബ്ദം, പ്രാർത്ഥന, ദൈവജനത്തിൻ്റെ പ്രാർത്ഥന, നിന്ദയുടെ മധ്യത്തിലുള്ള പ്രാർത്ഥന. അതെ, അതിന് മറുപടി ഉണ്ടാകിയ 7-ാമത്തെ വാക്യത്തിൽ, 19-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് മറുപടി പ്രവാചകനിലൂടെ ഹിസ്കിയാവും തൻ്റെ ജനവും കേൾക്കുന്നു. എന്നിലൂടെ നിങ്ങൾ കേൾക്കുന്നത് പോലെ ഞാൻ അവനൊരു മനോഭ്രമം വരുത്തും. അവൻ ഒരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ അവനെ അവൻ്റെ സ്വന്തം ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും. നീ ശത്രുവിന് കീഴടങ്ങേണ്ട, അവനൊരു മനോവിഭ്രമം പിടിക്കും. അതേ, നിന്നെ ദൈവം മാനിക്കുമ്പോൾ, നിന്നിൽ നിന്ന് പുറത്തു വരുവാനുള്ളത് ദൈവം പുറത്തു കൊണ്ടുവരുമ്പോൾ, ശത്രു അത് പുറത്തു വരരുതെന്ന് വെച്ച് എന്തൊക്കെ ചെയ്താലും അതിന് മധ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിന്നിൽ നിന്ന് അത് പുറത്തു വരുമ്പോൾ, നിന്റെ ആ നല്ല തൊഴിൽ പുറത്തു വരുമ്പോൾ, തലമുറ ജനിക്കുമ്പോൾ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, സ്തോത്രം, ആ ബിസിനസ് നന്നായി മുൻപോട്ട് പോകുമ്പോൾ, നിന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, അവന് മതിഭ്രമം പിടിക്കും, അവന് ഭ്രാന്ത് പിടിക്കും. അവൻ നിന്ദിക്കുന്നവൻ്റെയും പരിഹസിക്കുന്നവൻ്റെയും ഒക്കെ അവസാനം ഇതാണ്, അവന് ഭ്രാന്ത് പിടി. എനിക്ക് ശബ്ദത്തിനൊരു ഇടർച്ചയുണ്ടായി, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. നേരെ ആശുപത്രിയിൽ കടന്നുപോയി. പെട്ടെന്ന് തന്നെ ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂമർ തൊണ്ടയിലുണ്ടായിരുന്നു. ക്യാൻസർ എന്ന ഭയത്തോടുകൂടെ 80% ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ച് തന്നെ ഡോക്ടർ പിറ്റേന്ന് തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ബയോപ്സിക്ക് അയച്ചു. ദൈവം കാത്തു, നിങ്ങളുടെ പ്രാർത്ഥന കൂടെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇന്ന് സംസാരിക്കുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. അപ്പോൾ ആ മെസ്സേജിന്, നമ്മുടെ പ്രഭാതം എന്ന മെസ്സേജുകൾക്ക് മുടക്കം വരും. അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല. കാരണം മറ്റൊന്നുമല്ല, ഒന്ന് ദൈവത്തെക്കുറിച്ച് പറയുവാനുള്ളതും, രണ്ട് എനിക്ക് ഭയങ്കര കൊതിയാണ് എൻ്റെ യേശോപ്പനെ മറ്റുള്ളവരോട് അറിയിക്കുവാൻ. അതിനൊരു മീഡിയമായിട്ടാണ് ഈ ചാനൽ തുടങ്ങുന്നത്. ഇപ്പോൾ അതിൻ്റെ പേര് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്നാണ്. അതിനു മുമ്പ് ജീസസ് ഫോർ യു മലയാളം എന്നായിരുന്നു. എൻ്റെ ദൈവത്തെക്കുറിച്ച് എല്ലാവരോടും പറയണം, എൻ്റെ യേശോപ്പനെ കുറിച്ച് എല്ലാവരോടും പറയണം. അത്രമാത്രം എന്നെ സ്നേഹിച്ച
അത്രമാത്രം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന എൻ്റെ യേശോപ്പന. അപ്പോൾ എനിക്കെങ്ങനെ പറയാതിരിക്കാൻ കഴിയും? അപ്പോൾ ആ യേശോപ്പനെ കുറിച്ച് പറയണം. അതിനായി ഈ ചാനലും. അപ്പോൾ ആ ചാനലിൽ മെസ്സേജുകൾക്ക് ബ്രേക്ക് ഉണ്ടാകുവാൻ പാടില്ല. കാരണം ഞാനങ്ങനെ പറയുവാൻ തുടങ്ങിയപ്പോൾ അത് കേട്ട് ആശ്വസിക്കുവാനും ബലപ്പെടുവാനും വിടുതൽ പ്രാപിക്കുവാനും തക്കവണ്ണം ഒരു കൂട്ടം നിങ്ങൾ ഉൾപ്പെടെ എനിക്കൊപ്പം ഉണ്ടായി പല നിലകളിൽ. അപ്പോൾ അവരുടെ ആശ്വാസത്തിന് ഭംഗം വരും, അവരുടെ വിടുതലിന് തടസ്സം വരും. ശത്രു ജയിച്ചതായി അയ്യോ ശത്രു പറയും, ഞാനവനെ തോൽപ്പിച്ചു, ഇപ്പോൾ അതോട്ടെ അവനിൽ നിന്ന് മെസ്സേജ് വരുന്നില്ല, അവൻ്റെ ശുശ്രൂഷ തീർന്നു. അങ്ങനെ പറയാൻ ഞാൻ അനുവദിക്കത്തില്ല. അതിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്ദിക്കപ്പെടുന്നതിന് തുല്യമായിത്തീരും. അതുകൊണ്ട് ഞാൻ വിജിയോട് പറഞ്ഞു, വിജി നീ മെസ്സേജ് ചെയ്യണം, കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കര മടിയാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഈ ക്യാമറയെ ഫേസ് ചെയ്യാനുള്ള മടിയാണ്, അല്ലാതെ വേറൊരു കുഴപ്പമില്ല. അവൾ ചർച്ചിൽ മെസ്സേജ് കൊടുക്കുന്നതാണ്. നല്ലൊരു അഭിഷിക്തയുടെയും മകളാണ്. എനിക്ക് മുമ്പേ കർത്താവിനെ അറിഞ്ഞ് അഭിഷേകം പ്രാപിച്ചവളാണ്. എന്നെപ്പോലും പലപ്പോഴും ശക്തിപ്പെടുത്തി നിർത്തുന്നവളാണ്. കർത്താവ് ശക്തമായി പ്രയോജനപ്പെടുത്തുന്ന പ്രവാചകയാണ്. അപ്പോൾ അവൾക്ക് മടിയായിരുന്നു. എങ്കിലും അവൾ ആ മെസ്സേജ് ഇടുവാൻ തുടങ്ങി 6 മാസ ഗർഭാവസ്ഥയിൽ തന്നെ. അപ്പോൾ ആദ്യമൊക്കെ പരിഹാസം നിന്നയായി പല നിലകളിൽ നമ്മുടെ മെസ്സേജുകൾക്ക് മുമ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും വിജിയിടുന്ന മെസ്സേജുകൾക്കും യേശു നിങ്ങളെ വിടിപ്പിക്കുന്ന മെസ്സേജുകൾക്ക് താഴെയും കമൻ്റ് ഇടുന്നത് മാത്രമല്ല ഫോണിൽ വിളിച്ചുള്ള അപമാനമായി നിന്നയായി പറയുന്ന വാക്കുകളൊക്കെ വല്ലാത്ത വാക്കുകളാണ്. അപ്പോൾ എനിക്കിതൊന്നും ഒരു വിഷയമല്ല. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് നാണവുമില്ല മാനവുമില്ല. എങ്കിലും എനിക്കൊരു ഭയങ്കര വേദനയായിപ്പോയി. ഞാൻ വിജിയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ നിർത്ത്. ഇപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുമോ എന്തോ, പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം പറയുമ്പോൾ സഹിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നീ നിർത്ത്. അപ്പോൾ പലർക്കും ഇതെന്തുകൊണ്ടാണ് ഇത്രമാത്രം ഈ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും ഉള്ള സാഹചര്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്പോൺസർ പ്രേയറിനെ കുറിച്ച് മെസ്സേജിൽ പറഞ്ഞതാണ് പലർക്കും സഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയത്. പ്രിയരെ, ഞങ്ങൾക്കൊരിക്കലും ചെയ്യുവാൻ കഴിയുമെന്ന് ഇപ്പോഴും സ്വപ്നം പോലും കാണുവാൻ കഴിയാത്തൊരു മിനിസ്ട്രിയാണത്. ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ 4ാം ക്ലാസ് വരെ ആയിരുന്നു, ഇപ്പോൾ 5ാം ക്ലാസ് വരെ 125ഓളം പിള്ളേർ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ഒരുപാട് നിലകളിൽ ഉപദ്രവിക്കപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് 3 ഗ്രാമങ്ങൾ ചേരുന്നിടത്ത് അവിടെ സുവിശേഷീകരണത്തിലുള്ള ഏക സാധ്യത ഇതാണ്. ആ സ്കൂളുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ഒരു ആരാധന നടത്താൻ കഴിയും. കുഞ്ഞുങ്ങളെ യേശുവിലേക്ക് കൊണ്ടുവരുവാനും കഴിയും. വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഞാൻ പറയട്ടെ, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. വിദേശ രാജ്യങ്ങളിലെ ഒത്തിരി നന്മകൾ കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തന്നെ, നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ വിദേശ ഫണ്ടിൻ്റെ വരവ് നിലച്ചു. ആ സ്ഥാപനം അവിടെ നിർത്തിയാലേ പറ്റത്തുള്ളൂ എന്ന സാഹചര്യം എത്തിച്ചേർന്നു. അങ്ങനെ യാദൃശിക 2019 ജനുവരി മാസത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിനായി കുറച്ചെന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു സഹായ അഭ്യർത്ഥന ഞങ്ങളുടെ അടുക്കൽ എത്തിച്ചേർന്നു. ഞങ്ങൾക്ക് കുറച്ചെന്തെങ്കിലും 10, 100, 500 ചെയ്യാൻ പറ്റും എന്നുള്ള സ്ഥിതിയിൽ. എന്നാൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒത്തിരി പേരുണ്ടായിരുന്നത് കൊണ്ട്, ദൈവം ശക്തീകരിച്ചതുകൊണ്ടും ആ 1 മാസം അവർക്ക് വേണ്ടത് ചെയ്യുവാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടും അന്ന് ഞങ്ങൾക്കൊപ്പം നിന്നവരോടും ഇടപെട്ടു. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഫുഡിൻ്റെ കാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും, പ്രൈസർ ഫാമിലിക്ക് കഴിയും. അന്നു മുതൽ ചെയ്യുവാൻ തുടങ്ങി. കൊറോണ വന്നു, നിങ്ങൾക്കറിയാം, ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതിന് നന്മകൾ വേണ്ടി വന്നു. ഒരുപാട് ദൈവദാസന്മാർ ഞങ്ങൾക്കൊപ്പമുണ്ട്. പല നിലകളിൽ അഭിക്ഷിതരായവർ, പല ശുശ്രൂഷകൾ ചെയ്യുന്നവർ, സഭയുടെയോ സംഘടനയുടെയോ ഒരു രീതി വെച്ചിട്ട് ഒരുമിച്ച് ചേർത്ത് നിർത്തുവാൻ കഴിയാത്ത നിലകളിലുള്ളവർ ഈ ഒരു മിനിസ്ട്രിയിൽ ഞങ്ങൾക്കൊപ്പം. അപ്പോൾ പലരും സഹായിക്കുവാൻ തയ്യാറായപ്പോൾ ഞങ്ങളിങ്ങനെ ചിന്തിച്ചു, അങ്ങനെ വെറുതെ ഒരു സഹായം വേണ്ട, അവർക്ക് വേണ്ടി, അങ്ങനെ സഹായിക്കുന്നവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ഒരു ദിവസം മുഴുവൻ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 10-25ഓളം പേർ ഒരിടത്ത് ഇരുന്നിട്ടല്ല, പല സ്ഥലങ്ങളിലായി പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ആരാണോ പ്രെയർ സ്പോൺസർ ചെയ്യുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവം പലരുടെ ജീവിതത്തിലും വലിയ വിടുതലുകൾ, എന്നെ കേൾക്കുന്ന നിങ്ങൾ അനുഭവിക്കുന്നത് ഉൾപ്പെടെ വലിയ വിടുതലുകൾക്ക് കാരണമായി തീർന്ന സ്പോൺസർ പ്രെയറുകൾ. അപ്പോൾ അതാണ്
പലർക്കും സഹിക്കുവാൻ കഴിയാത്തത്. പ്രിയരെ, പിന്നെ എങ്ങനെയാണ് സുവിശേഷം എല്ലായിടത്തും എത്തുന്നത്? രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലായിടത്തും എത്തുന്നത്? പിന്നെ എങ്ങനെയാണ് കർത്താവ് വരുന്നത്? സുവിശേഷം എല്ലായിടത്തും എത്തുമ്പോഴേ കർത്താവ് വരത്തുള്ളൂ. അതിന് നാളുകളേറെയില്ല. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണ്ടേ? പരിഹസിക്കുവാനും കുറ്റം പറയാനും ഒക്കെ എളുപ്പമാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അപ്പോൾ ആ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് പരിഹാസം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നീ നിർത്തിക്കോ. പക്ഷേ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വിചാരിച്ചത് ചേട്ടൻ മെസ്സേജ് ഇടാൻ തുടങ്ങുമ്പോൾ നിർത്താമെന്നാണ്. പക്ഷേ ഇത്രയും നിന്ദിച്ച സ്ഥിതിക്ക് ഇനി നിർത്തുന്നില്ല. യേശു വിടുവിക്കുന്നു എന്ന മെസ്സേജ് എല്ലാ ദിവസവും പ്രൈസർ ഫാമിലി ഗ്ലോബലിൽ ഞങ്ങൾക്കൊപ്പമുള്ളവർ കേൾക്കും, ആശ്വാസം പ്രാപിക്കും, വിടുതൽ പ്രാപിക്കും, ദൈവിക ആലോചനകൾ അനുഭവിക്കും. ആ കുഞ്ഞുങ്ങളുടെയും നന്മയായി അത് മാറും. നിന്നയും പരിഹാസവും നീ തകരുവാനല്ല, നീ വളരുവാനത്ര. യെസ്, നിന്നിൽ നിന്ന് ചിലത് പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ലോകം ചിന്തിക്കുന്നതല്ല, നീ കരുതുന്നതല്ല, അതിനപ്പുറമായത് പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അയ്യോ, ഞാൻ അവരെക്കുറിച്ചൊന്ന് ആലോചിച്ചു. ഇവളിപ്പം നിർത്തിയിട്ട് പോകുമെന്ന് കണ്ട് പിശാചിനാൽ പിടിക്കപ്പെട്ടവർ പറഞ്ഞതാ. പക്ഷേ അവരുടെ മുഖം ലജ്ജ കൊണ്ട് ഈ പറഞ്ഞ മനോവിഭ്രമം ദൈവം വരുത്തും. ഉറക്കം വരുന്നില്ലായിരിക്കും, വേണ്ടായിരുന്നു. ഇപ്പോൾ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും, വേണ്ടായിരുന്നു, ഒന്നും പറയാതിരുന്നെങ്കിൽ അതങ്ങ് നിർത്തിയിട്ട് പോയനെ, ആള് മാറിപ്പോയെന്നെ. നിന്ദിക്കുന്ന നിന്നെയും പരിഹാസവും കേട്ട് ഓടിപ്പോകരുതേ, ഉറച്ചു നിൽക്കുക. നിന്നിൽ നിന്ന് ചിലത് പുറത്തു വരുവാനുണ്ട്. നിന്റെ ജീവിതം മാറ്റുന്ന ചിലത്. ശത്രു ആരുടെ? ഹിസ്കിയാവിൻ്റെ, യഹൂദ ജനത്തിൻ്റെ ശത്രു വാളുകൊണ്ട് വീണു. മനോവിഭ്രമം പിടിച്ചതുപോലെ ഓടിപ്പോയി. തീർന്നില്ല. ഒരു ദൂതൻ ഇറങ്ങി രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 19-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ 1,85,000 പേരെ കൊന്നു. ആമേൻ. ദൂതൻ ഇറങ്ങി അവരെ ഉപദ്രവിക്കുകയൊന്നും വേണ്ട, പക്ഷേ മനസ്സുകൊണ്ട് ഇങ്ങനെ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും ചത്ത് ജീവിക്കുന്നത് നിങ്ങൾ കാണും. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളെ പരിഹസിക്കുന്നവർ, നിങ്ങളെ കളിയാക്കുന്നവർ, നിങ്ങളെ കുറ്റം പറയുന്നവർ, ഉപദ്രവിക്കുന്നവർ, അത് ജോലി സ്ഥലത്താകട്ടെ, നിങ്ങളുടെ ഭവനത്തിലാകട്ടെ, നിങ്ങളുടെ വീട്ടിനകത്താകട്ടെ, നിങ്ങളുടെ സ്കൂളിലാകട്ടെ, നിങ്ങളുടെ സമൂഹത്തിൽ എവിടെ 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 നിങ്ങളെ അവർ നിന്ദിക്കുന്നുവോ, പരിഹസിക്കുന്നുവോ, ഉപദ്രവിക്കുന്നുവോ, അവിടെ അവർ മരിച്ച് ജീവിക്കുന്നത് നിങ്ങൾ കാണുവാൻ തക്കവണ്ണം നിങ്ങളെ കർത്താവ് മാനിക്കും, നിങ്ങളെ കർത്താവ് ഉയർത്തും, നിങ്ങളെ കർത്താവ് വർദ്ധിപ്പിക്കും. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. നിന്ദിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, ഉപദ്രവിക്കപ്പെടുമ്പോൾ അവരുടെ കാൽച്ചുവട്ടിൽ കിടന്ന് കരയുവാനും കോംപ്രമൈസ് ചെയ്യുവാനുമല്ല, പിന്നെയോ പ്രാർത്ഥിക്കുക. ദൈവസേനയിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. അപ്പോൾ മറക്കണ്ട, നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങളുടെ തൊട്ടടുത്തോ നിങ്ങൾ പങ്കെടുക്കുന്ന ആരാധനയിലോ പങ്കെടുക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലിയുടെ സഭാരാധന എല്ലാ ഞായറാഴ്ചയും 10:30 മുതൽ ലൈവ് സ്ട്രീം ചെയ്യുന്നതാണ് നമ്മുടെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിൽ. ഒപ്പം ചേരുക, പ്രാർത്ഥിക്കുക. ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യവും മറക്കണ്ട. എന്നാൽ കണ്ണടച്ചോ പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്ന അപമാനം ഇന്ന് അത് ഉപദ്രവത്തിന് വഴിമാറിയിരിക്കുന്നു. ജോലി സംബന്ധമായി നിന്ദിക്കപ്പെട്ടായിരിക്കുന്നവർ മാനിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ നിന്ന മാറിപ്പോകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി ഉണ്ടാകട്ടെ. ജോലി സ്ഥലത്ത് നൃത്തത്തിലായെന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന, അവകാശം പറയുന്ന ശത്രുവിൻ്റെ പദ്ധതികളും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ സകല വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകുവാൻ പ്രാർത്ഥിച്ചാട്ടെ. ഭർത്താക്കന്മാർ മടങ്ങി വരിക, ഭാര്യമാർ മടങ്ങി വരിക. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ യേശുവിൻ നാമത്തിൽ ചില കോണ്ടാക്റ്റുകൾ, ചില ബന്ധങ്ങൾ തകർക്കപ്പെടുക. നിന്റെ കുടുംബജീവിതത്തെ തകർത്തുകളെന്ന ചില ബന്ധങ്ങൾ യേശുവിൻ നാമത്തിൽ. രോഗികളായി ഭാരപ്പെടുന്നവർ, രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ച്, ആ കഴുത്തിന് താഴെ കരത്തെ വെച്ച് പ്രാർത്ഥിക്കുക. ആ വേദന മാറുക. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുക. ഉദര സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല രോഗബന്ധനവും യേശുവിൻ നാമത്തിൽ വിട്ടുമാറുക. പ്രാർത്ഥിക്കുക. എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതെ തളർന്നു പോകുന്ന അവസ്ഥ, ഇയർ ബാലൻസുകൾ നോർമലാകുക. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലമുറകൾ വിടുവിക്കപ്പെടുക.
ഭാവി അനുഗ്രഹിക്കപ്പെടുക. വിവാഹബന്ധം നടക്കുക. വളരെ നാളുകളായി ഒരുപാട് ആലോചനകളൊന്നും വിവാഹം നടക്കുന്നില്ല. വിവാഹം നടക്കുക, ജോലി കിട്ടുക, രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുക, ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടുക, യെസ് അഡ്മിഷനുകൾ ലഭിക്കുക. ഓ താങ്ക് ലോർഡ്. വിദ്യാഭ്യാസ മേഖല അനുഗ്രഹമായി തീരുക, റിസൾട്ട് ഉണ്ടാകുക, പഠിപ്പിക്കുവാനുള്ള നന്മ ലഭിക്കുക, ആ ലോണുകൾ കിട്ടുക. ഓ താങ്ക് ലോർഡ്. യേശുവിൻ നാമത്തിൽ ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ച സ്വന്തം ഭവനം എന്ന വാഗ്ദത്തം, വാഹനങ്ങൾ വാങ്ങിയ, വസ്തുക്കൾ വാങ്ങിയ, എല്ലാ കടഭാരവും മാറുവാൻ പ്രാർത്ഥിച്ച, പലിശക്കടങ്ങൾ വല്ലാതെ ഭാരപ്പെടുക, എങ്ങനെ കൊടുക്കും, സാവകാശം കിട്ടുക, ഒപ്പം തന്നെ കൊടുക്കുവാനുള്ള വഴികളും. യെസ് വിദേശത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ചിലർ വിടുവിക്കപ്പെടുക, ജോലി സംബന്ധമായുള്ള പ്രശ്നങ്ങൾ വിദേശത്ത് മാറുക, പുതിയ ജോലികൾ ലഭിക്കുക, സകല വെല്ലുവിളികൾ, ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക. ഓ താങ്ക് ലോർഡ്, താങ്ക് ലോർഡ്. യേശുവിൻ നാമത്തിൽ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുക. ഓ സ്തോത്രം. ആത്മാക്കളുടെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. നിന്ന മാറുക, ശുശ്രൂഷകൻ എന്ന നിന്ന, കൊള്ളാത്തവനെന്ന നിന്ന, യെസ് യേശുവിൻ നാമത്തിൽ പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാക്കി പരിപാലിക്കും, വലിയ സാക്ഷ്യത്തിനായിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.